ഹലോ ഗായ്സ്, ആസ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എനിക്കറിയാം ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പം ഇത് എൻ്റെ അനിയൻ പിന്നെ കാണാം. അവന് മുടിയൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണിക്കും. ഇവൻ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അവനൊരു സോക്കർ ബോൾ മേടിച്ചു കൊടുക്കണം. അപ്പം ഞങ്ങളൊരു സോക്കർ ബോൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തൊട്ടപ്പുറത്താണ്. എന്നിട്ട് പോയി 2 തട്ട് കെട്ടിയിട്ടൊക്കെ വരാം. അപ്പം വീഡിയോ കാണുക. ഓക്കെ ഗൈസ്, ചേഞ്ച് ഓഫ് പ്ലാൻസ്. അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ലൈക്ക് പിന്നെ സോക്കർ ബോൾ മേടിച്ച് കൊടുത്തിട്ട് കളിക്കാമെന്നൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ എൻ്റെ ഒരു കസിൻ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ അങ്ങോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങോട്ട് പോകാൻ പോലെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെ അങ്ങോട്ടൊക്കെ പോയേക്കാം. അത് ഇവിടുന്ന് ഓൾമോസ്റ്റ് 1 hour ഡ്രൈവ് ഉണ്ട്. ഇവിടെ 52 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പം പക്ഷേ ഈ സമയമുണ്ട് 4 മണി സമയമാകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 4 മണി സമയമാകുമ്പോൾ ഭയങ്കര റഷായിരിക്കും. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന ആ ഒരു സമയമായതുകൊണ്ട് ഭയങ്കര റഷായിരിക്കും. ഇപ്പം സമയം 3:45. നമ്മൾ 4:36 ആകുമ്പോൾ അങ്ങെത്തും. ചെറിയൊരു അവസ്ഥ പറ്റി. ഞാൻ അപ്പുറത്തെ എക്സിറ്റ് ആയിരുന്നു എടുക്കേണ്ടത്, ഹൈവേയിലോട്ട് കയറുന്ന എക്സിറ്റ്. പക്ഷേ ഞാൻ തൊട്ടിപ്പുറത്തെ എടുത്തു. ഞാൻ ഈസ്റ്റ് പോകേണ്ടതിന് ഞാൻ വെസ്റ്റ് പോയി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓൾമോസ്റ്റ് 2 വർഷം ആകുന്നു ഗൈസ്. അപ്പം ഓൾമോസ്റ്റ് 2 വർഷത്തോളമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അയ്യോ, സമയം പോകുന്ന പോക്കേ. എനിക്ക് സത്യം പറഞ്ഞാൽ കോവിഡിന് ശേഷം എന്ന് പറയുമ്പോൾ 2021 കഴിഞ്ഞിട്ട് സമയം പോകുന്ന പോക്ക് എനിക്കറിയത്തില്ല. അത് എല്ലാവർക്കും അങ്ങനെ ആണെന്ന് തോന്നുന്നു. എന്തൊരു പെട്ടെന്ന് സമയം പോകുന്നേ. പാട്ട് വെച്ചാൽ ചിലപ്പോൾ ഇതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പാട്ടം വെച്ചോണ്ട് ഇങ്ങനെ പോകും. ലാസ്റ്റ് വീഡിയോ ഇടുമ്പോൾ കോപ്പിറൈറ്റ് അടിച്ചിങ്ങനെ വരും. സ്റ്റേറ്റ് പോലീസാണ് കാണാൻ പിടിച്ച എൻ്റെ ലൈസൻസ് അപ്പുറത്തോടെ കാണാൻ പോയാൽ മതി. ഈ വഴി എന്തിനാ എടുത്തതെന്ന് ആരെയോ പിടിച്ചു. ആ സ്റ്റേറ്റ് പോലീസാണ് പിടിച്ചു. ഇത് വേറെ സ്റ്റേറ്റ് പോലീസാണ്. നമ്മളടുത്ത ട്രാഫിക്കിൽ പെടാൻ പോകുന്നു ഗൈസ്. മൊത്തം ട്രാഫിക്. അവിടെ ഒരു റെഡ് ഞാൻ കാണുന്നു. ജോലി സമയം ഇവിടെ മൊത്തം ട്രാഫിക്. അതുകൊണ്ടാ ഇപ്പൊ എല്ലാവരും തിരക്ക്. പക്ഷെ ഇന്ന് സൺഡേയും കൂടാ തിരക്ക്. സൺഡേ ആണല്ലോ. ആൾക്കാർ ലൈക്ക് വീക്കെൻഡ് ഫാമിലി വിസിറ്റ് ചെയ്യാനൊക്കെ പോയിരിക്കും. എന്തോ സംഭവിച്ചിട്ടുണ്ട്. പോലീസ് അറിയത്തില്ല. എനിക്ക് അവരുടെ വീഡിയോ എടുക്കാൻ പേടി വന്നു. അയ്യോ, അച്ഛൻ്റെ അവിടുത്തെ അഡ്രസ് ഇട്ടിട്ടുണ്ടോ? അഡ്രസ് മാറിപ്പോയി. കുഴപ്പമില്ല, നമ്മൾ വേറെ വീട്ടിലാണ് പോകുന്നത്. പ്രാവിന് തീറ്റ കൊടുക്കുന്നത് കൊണ്ടില്ല അവിടെ. ഞാൻ പക്ഷെ ബ്ലോഗ് എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇത്ര മിണ്ടുന്നത് എന്തുകൊണ്ടാ? ഞാൻ ഉള്ളതുകൊണ്ട് അല്ല, ഇൻട്രോട്ട് അല്ലാത്തതുകൊണ്ട്. അവരുടെ റൂം ഏതാന്ന് എനിക്കും അറിയാം. ബെല്ല എനിക്കറിയാത്ത. ഞാൻ അവനോട് ചോദിച്ചതാ ബെല്ലടിക്കാൻ ഏതാണെന്നറിയാം. ഇവനല്ലേ എപ്പോഴും വരുന്നത്. നമുക്ക് വിളിച്ച് ചോദിക്കാം, അതായിരിക്കും നല്ലതാ. വല്ലവരും എടുത്തിട്ട് അടിക്കുക നിന്നെ. ഇവനാണെങ്കിൽ ഏത് പോയി നിൽക്കുവന്ന. എങ്കിൽ പോ. ഞാൻ വണ്ടിയെ കാണുവന്ന ഗൈസ്. ആ മനുഷ്യനെ ഓർമ്മയുണ്ടോ എന്ന് പറയണം. അന്ന് ഒരു ബ്ലോഗ് എടുത്തിട്ട് പോയതായി മനുഷ്യൻ. ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. എൻ്റെ അന്ന് നമ്മൾ ഷൂട്ട് ചെയ്തത് ഗോപ്രോ അല്ല, ഫോണ്. ശരിയാ. അല്ല അപ്പു നോക്ക് വേണ്ട ബസ് കട്ട. ഞാൻ എന്ത് ചെയ്യാനാ? ലൈക്ക് മുടിച്ചിട്ട് ചോപ്പിൽ കുറച്ച് ഒരു കുഴപ്പമില്ല. അതിനൊരു കുഴപ്പമില്ല ഗൈസ്. ഞാൻ എന്റെ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ നല്ലപോലെ വെട്ടിക്കും. കിച്ചു നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അവന് ഇഷ്ടപ്പെട്ടോ? ചേച്ചി പറ, എങ്ങനെയുണ്ട് ചേച്ചി? എങ്ങനെയുണ്ട് ഒപ്പീനിയൻ പറ. നല്ല ഒപ്പീനിയൻ. ഉണ്ണിക്കുട്ടൻ അക്കുസേട്ടൻ. ഇനി ആരാ വെട്ടിയെന്ന് ചോദിക്കും. ഇനി ആരാ വെട്ടിയത്? അപ്പു. ഞാനാ വെട്ടി കൊടുത്തത്. കണ്ടോ, ഞാനൊരു കലാകാരനാണ്.
ബസ്കട്ട് അവൻ എന്നോട് പറഞ്ഞു ബസ്കട്ട് വേണമെന്ന്. അപ്പൊ ഞാൻ ബസ്കട്ട് അടിച്ചു കൊടുത്തു. ഫോട്ടോ നോക്കി കാണിച്ചു ഇത് കണ്ടോ, ഇത് കുറച്ചുകൂടെ മേലെ തിക്നെസ് ഉണ്ട്. ഇത് കണ്ടോ, അതാ ഞാൻ പറഞ്ഞ വളർന്നു വരുമ്പോ ഒരു 2 ആഴ്ച ഒന്നുകൂടെ ഒരു സൈഡ് ഫെയ്ഡ്. ഇതുപോലെ ഉണ്ടോ ഗൈസ്? നിങ്ങൾ തന്നെ പറയാം. ലാസ്റ്റ് പറയും കമന്റ് ഇട്ട് പറയും എങ്ങനെ ഉണ്ടെന്ന്. അതല്ലല്ല, ലാസ്റ്റ് പറയും ഫ്രണ്ട്സിലെ മറ്റേ ജയറാമിന്റെ കൂട്ടുണ്ട്. Emotional damn it. അല്ല, അടുത്ത ഓർഡർ വന്നു ഗീസ്. ഇവിടെ ബസ് കട്ട് ചെയ്ത് ചേച്ചി കൊള്ളത്തില്ല ചേച്ചി, അടിച്ചു വിടട്ടെ, മൊത്തം മുട്ട അടിച്ചു വിടട്ടെ. ഇല്ല ചേച്ചി രാത്രി കിടക്കും വന്നു ഇത് ട്രിമ്മർ വെച്ച് അങ്ങ് വടിച്ചു വിട്ടാ മതി. അപ്പൊ ഗൈസ് ചേച്ചി നമുക്ക് വേണ്ടി ചായ ഇടുകയാണ്. ചേച്ചി എന്തോരം കാലറി, ഇതെന്തൊക്കെ ചേച്ചി? ഉഴുന്നുവട, പരിപ്പുവട, ഏത്തയ്ക്കാപ്പം, കാരണം അത്രയും ക്രിസ്റ്റലായിട്ട് വരാനും അത് ചെയ്തൊരു പ്രോസസ്സാണ്. ഡയറ്റ് തുടങ്ങുവാണോ? ഷുഗർ കട്ട് ചെയ്യണോ? അല്ല, സമ്മറായി കേട്ടോ. ഇതല്ല ഇനിയും തൊട്ട് നാളെ തൊട്ട് റെസൊല്യൂഷൻ ആണ്. മണ്ടയല്ലേ? അല്ല, ഇച്ചിരി കട്ട് ചെയ്യുന്നു. നാളെ തൊട്ട് അവൻ ഡയറ്റിംഗ് ആണ്. ഇതൊക്കെ കഴിച്ചിട്ട് ഇതിനൊരു തുടക്കമാവാം. എന്റെ കാലറി ഫോക്കസ് ചെയ്താൽ പോലെ ഇത് കഴിച്ചാലും നല്ല ഫുഡ് കഴിച്ചാൽ പോലെ. ഗുഡ് ഫാറ്റ് കയറ്റാൻ ഇതില്ലല്ലേ? ഗുഡ് ഫാറ്റ് ഇത് ചെറിയ സ്നാക്ക് അല്ലേ, എപ്പോഴും ചെയ്തില്ല. ഇത് ഇവിടെ വരുമ്പോഴേ ഈ വടയൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ. വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ ഞാൻ കഴിക്കാറൊന്നുമില്ല. അത് ശരിയാ. ഈ ഏരിയയിൽ മാത്രമേ ഈ വക സാധനങ്ങളൊക്കെ കിട്ടാറുള്ളൂ. ഞങ്ങളുടെ ഏരിയയിൽ അധികം മലയാളിക്കട, ഹിന്ദിക്കാരുടെ ഹിന്ദി എന്തുകൊണ്ടോ നന്നായി ഇപ്പൊ തോന്നുന്നുണ്ട്. അവിടെ കിട്ടാത്തോണ്ട് കഴിക്കത്തില്ല. അതുകൊണ്ട് ഇച്ചിരി ഹെൽത്ത് ഫോക്കസ് ചെയ്യും. മലയാളികളോട് ഹെൽത്ത് ഫോക്കസ് ചെയ്യുന്ന ആളാ. അത് ശരിയാ. ഫുട്ബോൾ തട്ടാൻ പോവാണ് ഗൈസ്. നമുക്ക് ബോൾ കളിച്ചിട്ട് വരാം. യെസ്, ഞാൻ എടുക്കും. ഞങ്ങൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടുത്തെ സോക്കർ കേട്ടോ, നാട്ടിലാണ് ഫുട്ബോൾ, ഇവിടെ സോക്കർ എന്നാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചു എൻ്റെ തലയിലോട്ട് വന്നടിച്ചു. അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അവിടെ എന്താ പരിപാടി എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കുറച്ച് പേര് കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അവർ അങ്ങോട്ട് പോയോണ്ട് മിക്കവാറും കോർട്ട് ഫ്രീ ആയിരിക്കും, ഫീൽഡ് ഫ്രീ ആയിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളിത് കാണുക. പോക്കറ്റില് ചീക്കൊക്കെ ഭയങ്കര വെയിറ്റ്. മിസ്സേ, headshot. ഇതാരാണെന്ന് കാണുക. നമ്മുടെ സ്വന്തം നിശ്ചയിച്ചാണ്. ഇതാൻ്റെ വ്ളോഗ്. ഒരു ദിവസം ഫുട്ബോൾ കളിച്ച് കാല് കളഞ്ഞിട്ടിരിക്കുകയാണ്. അടുത്ത കാലും കൂടെ കളയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് വലിയ അമ്മ. അടുത്ത കാലും കൂടെ കളയാം നമുക്ക്. ഏത് പോസ്റ്റ്? ഓ, അങ്ങനെ എന്താവോ എന്തോ. ഓ, ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, ചക്ക വീണ് മുതലത് ശിക്കാരി ശംഭു.
ആ പോന്ന പട്ടിക്ക് വാലില്ല ഗൈസ്. പട്ടിക്ക് വാലില്ലാതല്ല, അതിനെ കണ്ടിച്ച് അതെന്തിനാ കണ്ടിക്കുന്നേ? ഒന്നിലെന്തിലും അതിന് ഏതെങ്കിലും വന്നതായിരിക്കും. ഞാൻ നോക്കിയപ്പോ അതിന് പട്ടിക്ക് വാലില്ല. എന്താണ് ഞാൻ എന്താന്നറിയാം. അല്ല ഫ്രണ്ട്സിലെ ജയറാം. ഞങ്ങളിത് പറയുകയും ചെയ്തു. അവിടെ ഫോട്ടോഗ്രാഫി ഗൈസ് നമ്മൾ കളിയൊക്കെ നിർത്തിയേക്കാണ്. തണുപ്പായി തുടങ്ങി അല്ലേ? ചെവി ചാച്ചക്കണം. ഇനിയിപ്പോൾ ഒരു പനി വന്ന് പോയതേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത പനി വരാൻ വേണ്ടിയിട്ട് വയ്യ. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ കളിയൊക്കെ നിർത്തി ഇവിടെ പതുക്കെ റെസ്റ്റൊക്കെ എടുക്കണം. വെള്ളമൊക്കെ കുടിച്ച് എവിടെ പോയി? ഓ നിങ്ങളുടെ ഫോട്ടോ എടുക്കുക വേണോ? ആവശ്യമില്ല. അവരുടെ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് ഊതുന്നോടാ അതുകൊണ്ട് അപ്പൂപ്പൻ തടി അത് മൊത്തം വലിയമ്മയുടെ തലയിലും അണ്ണാക്കിലോട്ട്. ഇവിടെ ബേസ്ബോൾ കോർട്ടുണ്ട് കഴിച്ചു. ഇവിടെ ഞങ്ങൾ ക്രിക്കറ്റൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ പാർക്കിന് ചുറ്റുമൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്. കിച്ചു കുടിച്ച് പരീക്ഷിക്കുന്നതായിരിക്കും. വേറെ ഇതിൻ്റെ അടിയിലൊക്കെ എപ്പോഴാണ് ക്ലീൻ ചെയ്തേക്കുന്നത് തമ്പര തുപ്പി കുളത്തിൽ വൃത്തിയായിട്ടുള്ളൂ. അവരതിൻ്റെ അകത്ത് എപ്പോഴാണ് ക്ലീൻ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ സ്കൂളിൽ നിന്ന് ആ വെള്ളമൊന്നും ഫിൽറ്റേർഡ് വാട്ടർ കുടിച്ചിട്ടില്ല. ജിമ്മിലൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ വെള്ളം തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഗതികേട്ടില്ലെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട വരും. എടാ അതെങ്ങാണോ ഒടിഞ്ഞു പോയാൽ വില്ലേജുകാർക്ക് കാശ് കൊടുക്കേണ്ടി വരും. നീ കൊടുക്കും? ഞാൻ മിക്കവാറും കൊടുക്കും. അപ്പം ഇവരോട് ഞങ്ങൾ ബൈ പറയുകയാണ്. ബൈ 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 ബൈ. ഇവൻ എൻ്റെ കൂടെ കേട്ടോ. ഇവൻ എൻ്റെ കൂടെ അവരോട് പറഞ്ഞു ബൈ ബൈ. ബെല്ലടി 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 ബെല്ലടി. ഹലോ, ഇതാണ് നമ്മുടെ സ്വന്തം നിച്ചാച്ചൻ. ഇത് നമ്മൾ കണ്ട ചേട്ടനുണ്ടല്ലോ, ഷൈച്ചാച്ചൻ്റെ ബ്രദറാണ്, അനിയൻ. ഓക്കെ, അയ്യോ സോറി. ഓക്കെ ഞങ്ങൾ ഇവിടെ വരെ വന്നതാണ്. ചുമ്മാ ഇപ്പം ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് കളി കഴിഞ്ഞിട്ട് അച്ഛന് ജോലിയായിരുന്നു അല്ലേ? ഇത്രയും നേരം ജോലിയായിരുന്നു. അപ്പം ജോലി കഴിഞ്ഞിട്ട് കഷ്ടം അധ്വാനിക്കുന്നു അപ്പം ജോലിയാണ് ഇപ്പോഴാണ് വന്നത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടോട്ട് കയറിയതാണ്. മെസ്സേജ് ഇടാം. ബൈ ബൈ. പോവാണേ. ബൈ 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 ബൈ. സി യു. അപ്പം ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോട്ടെ. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ വീട്ടിലോട്ട് കയറട്ടെ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ വീഡിയോസ് വെയിറ്റ് ചെയ്യുക വരുമായിരിക്കും. നീ എന്തോ ചത്ത പോലെ ഇരിക്കുന്നത്? അത് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ശരി, ഗുഡ് നൈറ്റ്, ബൈ ബൈ.